ഓം ഭദ്രകാളിയേ നമഃ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. നാളെ മാർച്ച് മാസം 11 വ്യാഴമാറ്റം സംഭവിക്കുന്ന ദിവസമാണ്. വ്യാഴമാറ്റം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി വ്യാഴം വക്രഗതിയിൽ പിന്നോട്ടുള്ള സഞ്ചാരാവസ്ഥയിലായിരുന്നു. അതുമൂലം ആ വ്യാഴം ഗുണഫലം നൽകേണ്ട ചില രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴത്തിൽ നിന്ന് ആ ഗുണഫലങ്ങൾ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. നാളെ മാർച്ച് മാസം 11 വ്യാഴം വക്രഗതി പൂർണ്ണമായി വിട്ടുമാറി നേർഗതിയിലുള്ള വ്യാഴത്തിൻ്റെ സഞ്ചാരം ആരംഭിക്കുകയാണ്. വ്യാഴം ഇപ്പോൾ മിഥുനം രാശിയിലാണ് സഞ്ചരിക്കുന്നത്. ആ മിഥുനം രാശിയിൽ തന്നെയാണ് വ്യാഴം വക്രഗതിയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി സഞ്ചരിച്ചു കൊണ്ടിരുന്നതും. നാളെ മാർച്ച് 11 മുതൽ വ്യാഴം മിഥുന രാശിയിൽ തന്നെ നേർഗതിയിൽ സഞ്ചരിക്കുമ്പോൾ ഒരു 7 രാശികളിൽ ഉൾപ്പെടുന്ന നക്ഷത്ര ജാതകർക്ക് അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ, നേട്ടങ്ങൾ, ജീവിത വിജയങ്ങളാണ് ലഭിക്കുന്നത്. വ്യാഴം എന്ന് പറയുന്നത് തന്നെ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും പൂർണ്ണ ശുഭഗ്രഹമാണ്, ധനകാരകനായ ഗ്രഹമാണ്. വ്യാഴം എപ്പോഴൊക്കെയാണ് ഒരു രാശിക്ക് വളരെ നല്ല രീതിയിൽ സഞ്ചരിക്കുന്നത്, ആ സമയം ആ രാശികളിൽ ഉൾപ്പെടുന്ന നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ അപ്രതീക്ഷിത വിജയം, ഈശ്വരാനുഗ്രഹം, ഭാഗ്യം എല്ലാം വന്നു ചേരും. നമ്മളിതിവിടെ വ്യാഴം നേർരേഖയിൽ സഞ്ചരിക്കുന്നതിൻ്റെ പൊതുഫലമാണ് പറയുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ജാതകവശാൽ വ്യാഴമഹാദശ നടക്കുന്നവരുണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ദശയിൽ വ്യാഴത്തിൻ്റെ അപഹാരമാണോ എന്നൊക്കെ മനസ്സിലാക്കുക. പലരും യൂട്യൂബിലും മറ്റും വരുന്ന രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ജനന ജാതകത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് നമ്മൾ രാശിഫലം പറയുമ്പോൾ ഒരു രാശികൾ ഉൾപ്പെടുന്ന എല്ലാ വ്യക്തികൾക്കും, ആ നക്ഷത്രത്തിൽ ആ രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങളിൽ വെച്ച് എല്ലാവർക്കും ഗുണഫലമാണെങ്കിലും ദോഷഫലമാണെങ്കിലും ഒരുപോലെ അനുഭവത്തിൽ വരാത്തതിന് പ്രധാന കാരണം ജനന ജാതകത്തിൽ നടക്കുന്ന ദശാകാലങ്ങൾ അത്രമേൽ നമ്മളെ സ്വാധീനിക്കുമെന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ എത്ര വലിയ ഗുണഫലം പറഞ്ഞാലും എത്ര വലിയ ദോഷഫലം പറഞ്ഞാലും ഒരു രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്ര ജാതകർക്ക് ആ ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുന്നതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. അത് അവരവരുടെ ജാതകത്തിനെയും കൂടെ പരിഗണിച്ചാണ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ആഗ്രഹമുള്ള വ്യക്തികൾക്ക് ഈ ഒരു സമയം അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിക്കാം. കാരണം വ്യാഴം ഏറ്റവും നല്ല അവസ്ഥയിൽ സഞ്ചരിക്കുന്ന സമയമാണ്. ഇനി ഏതൊക്കെ രാശികളിൽ ഉൾപ്പെടുന്ന നക്ഷത്ര ജാതകർക്കാണ് നാളെ മുതൽ ഭാഗ്യാനുഭവങ്ങൾ, ജീവിത വിജയങ്ങൾ, ഒരു നല്ല കാലം, നല്ല സമയം ആരംഭിക്കുന്നത് എന്ന് നോക്കാം. ഇടവം രാശിയിൽ വരുന്ന കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് സമയം വളരെ അനുകൂലമാവുകയാണ്. നിങ്ങളെ സംബന്ധിച്ച് 2ാം ഭാവമായ ധനസ്ഥാനത്താണ് വ്യാഴം നേർഗതി സഞ്ചാരം ആരംഭിക്കുന്നത്. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ധനസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമാണ് ബുധൻ. ആ ബുധൻ്റെ രാശിയായ മിഥുനത്തിൽ 2ാം ഭാവത്തിൽ വ്യാഴം നേർഗതിയിൽ സഞ്ചരിക്കുമ്പോൾ അപ്രതീക്ഷിതമായ ജീവിത വിജയങ്ങൾ, ധനലാഭം വന്നു ചേരുന്നതാണ്. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കുന്ന സമയമാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല ഇടങ്ങളിൽ നിന്നും നിങ്ങളുടെ കൈകളിലേക്ക് പണം വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ജീവിതത്തിലെ കാര്യങ്ങൾ സാധിക്കുവാനായിട്ടുള്ള ആ ഒരു സാമ്പത്തിക അഭിവൃദ്ധി തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിരിക്കും. അതുപോലെ തന്നെ അവരവരുടെ കുടുംബത്തിൽ മംഗളകരമായിട്ടുള്ള പല നല്ല കാര്യങ്ങളും സംഭവിക്കുന്ന സമയം, വിവാഹം പോലെയുള്ള മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ, സന്താന ഭാഗ്യം, ഗൃഹപ്രവേശം തുടങ്ങി നല്ല നല്ല കാര്യങ്ങൾ ഈ ഒരു സമയത്ത് സംഭവിക്കുന്നതായിരിക്കും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പറയുന്ന വാക്ക് ആ പറയുന്ന സമയത്ത് പാലിക്കാൻ ഈ കാലഘട്ടങ്ങളിൽ സാധിക്കുന്നതാണ്. അതുപോലെ ഇടവം രാശിക്കാരായ നിങ്ങളുടെ ആ വാക്കിന് തന്നെ മറ്റുള്ളവർ നല്ല നിലയും വിലയും മതിപ്പും നൽകുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. ഈ ഒരു സമയം ഇടവം രാശിയിൽപ്പെട്ട കുടുംബ സ്ത്രീകളെ സംബന്ധിച്ച് കുടുംബത്തിൽ സമാധാനം, സന്തോഷം, സുഖം, നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പല നന്മകളും ഈ ഒരു കാലഘട്ടങ്ങളിൽ വന്നു ചേരുന്നതായിരിക്കും. പ്രത്യേകിച്ചും ഇടവം രാശിക്കാരെ സംബന്ധിച്ച് വിവാഹം കഴിഞ്ഞ് കുറച്ചധികം നാളുകളായി ഒരു സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈശ്വരൻ സന്താന ഭാഗ്യം നൽകുന്ന സമയമാണ്. ഇടവം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളുടെ കുട്ടികൾക്ക്, സന്താനങ്ങൾക്ക് വിദ്യാഭ്യാസം, അതുപോലെ വിദേശ ജോലി, വിദേശ പഠനം, അവരുടെ വിവാഹം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മുന്നോട്ടുള്ള സമയം മംഗളകരമായി നടക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും അവരവരുടെ കുട്ടികൾക്ക് ചെയ്തു നൽകുവാൻ മാതാപിതാക്കളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ സന്താനങ്ങളെ കൊണ്ട് ഇടവം രാശിയിൽപ്പെട്ട മാതാപിതാക്കൾക്കും ഒരു സമാധാനം, സുഖം, സന്തോഷം, അവരുടെ ജീവിത വിജയം കാണുവാനുള്ള ഭാഗ്യമൊക്കെ ഈ ഒരു കാലഘട്ടങ്ങളിൽ വന്നു ചേരും.
നിങ്ങളുടെ കൈകളിലേക്ക് ധാരാളമായിട്ട് ഒരു പണം വന്നു ചേരുന്ന അനുഭവം ഉണ്ടാകും. ചെറുതാണെങ്കിൽ പോലും ഒരു സമ്പാദ്യം ഉണ്ടാവുക. ശുഭകരമായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ നടക്കുന്ന ഒരു സമയമാണ്. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് തീരെ പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങളായിരിക്കും വ്യാഴം നേർഗതിയിൽ സഞ്ചരിക്കുന്ന ഈ ഒരു സമയം മുതൽ വന്നു ചേരുന്നത്. പലർക്കും പലതരത്തിലുള്ള ഈശ്വരാനുഗ്രഹം, ഭാഗ്യം, നന്മകൾ ആദ്യം പറഞ്ഞ പ്രകാരം നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായിട്ടുള്ള സൗഭാഗ്യങ്ങളായിരിക്കും ഇടവം രാശിയിൽപ്പെട്ട വ്യക്തികൾക്ക്, സ്ത്രീ പുരുഷന്മാർക്ക് വ്യാഴത്തിൻ്റെ നേർഗതി മൂലം അനുഭവത്തിൽ വരുന്നത്. സ്വന്തമായ ഭൂമി, ഗൃഹത്തിനും ഒക്കെയുള്ള യോഗം ഈ ഒരു കാലഘട്ടങ്ങളിൽ ലഭിക്കുന്നതുമായിരിക്കും. ഇടവം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളുടെ സമയം, ഒരു നല്ല കാലം, നല്ല സമയം ആരംഭിക്കുകയാണ്. പരമാവധി പ്രയോജനപ്പെടുത്തുക. എല്ലാ തരത്തിലുമുള്ള ഒരു ഈശ്വരാനുഗ്രഹം, ഭാഗ്യം നിങ്ങളിലേക്ക് വന്നു ചേരും. പൂർവിക വഴി ലഭിക്കേണ്ട ഭൂമിയോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാലഘട്ടങ്ങളിൽ അവരവരുടെ കൈകളിൽ വന്നെത്തുന്നതുമായിരിക്കും. ഈ ഒരു സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരവരുടെ സ്വന്തം ജനനജാതകം പരിശോധിച്ച് കൂടുതൽ കാര്യങ്ങൾ, മുന്നോട്ടുള്ള ജീവിതം, ഭാവി എല്ലാ കാര്യങ്ങളെപ്പറ്റിയും വ്യക്തമായിട്ട് അറിയുവാൻ സാധിക്കും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ ഇടവം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും സർവ്വ സൗഭാഗ്യങ്ങളും നാളെ വ്യാഴം നേർഗതിയിൽ സഞ്ചരിക്കുന്ന കാലം മുതൽ അനുഭവത്തിൽ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മിഥുനം രാശിയിൽ വരുന്ന മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് സമയം വളരെയധികം അനുകൂലമാവുകയാണ്. നിങ്ങളെ സംബന്ധിച്ച് എടുത്തു പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജന്മരാശിയിലാണ് വ്യാഴം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വക്രഗതിയിൽ സഞ്ചരിച്ചിരുന്ന വ്യാഴത്തിനാൽ മിഥുനരാശിക്കാർക്ക് അതിൻ്റേതായിട്ടുള്ള ഗുണഫലം ലഭിച്ചിട്ടില്ല. നാളെ മാർച്ച് മാസം 11-ാം തീയതി മുതൽ നേർഗതിയിൽ സഞ്ചരിക്കുന്ന സമയം ആരംഭിക്കുമ്പോൾ അത് മിഥുനരാശിക്കാരെ സംബന്ധിച്ച് നേട്ടങ്ങളുടെ കാലഘട്ടമാണ്. പ്രത്യേകിച്ചും വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം നിങ്ങൾക്ക് കർമ്മസ്ഥാനം, ജീവനസ്ഥാനത്തിൻ്റെ അധിപതിയായതുകൊണ്ട് ഇപ്പോൾ കർമ്മം സംബന്ധിച്ച്, ജോലി സംബന്ധിച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികൾക്ക് ഏറ്റവും വലിയൊരു ആശ്വാസമാണ് വ്യാഴത്തിൻ്റെ നേർരേഖ സഞ്ചാരമെന്ന് പറയുന്നത്. ജോലി നഷ്ടപ്പെട്ട വ്യക്തികൾക്ക് നിങ്ങളുടെ കഴിവിനും ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് നല്ലൊരു ജോലി ലഭിക്കുന്ന സമയമാണ്. ഒരു ജോലി മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സമയമാണ്. ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്കൊക്കെ ഒരു ജോലിക്ക് ശ്രമിക്കുന്നവർക്കൊക്കെ സമയം വളരെ വളരെ അനുകൂലമാണ്. നിങ്ങൾ ആഗ്രഹിച്ച ജോലി നിങ്ങളിലേക്ക് ലഭിക്കുന്ന സമയം, പുതിയതായിട്ട് തൊഴിൽ, ബിസിനസ്, സംരംഭങ്ങളൊക്കെ ആരംഭിക്കുവാൻ സാധിക്കുന്ന സമയം, ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ ബിസിനസ്സിലൊക്കെയുള്ള കഷ്ടനഷ്ടങ്ങളൊക്കെ വിട്ടൊഴിഞ്ഞ് സാമ്പത്തികപരമായിട്ട് ഒരു പുരോഗതി കൈവരുന്ന ഒരു സമയമാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് ലഭിക്കാതിരുന്ന ഒരു സ്ഥാനമാറ്റം, ഒരു പദവി ഉയർച്ച, പദവി മാറ്റം, ആഗ്രഹിച്ച ഇടത്തേക്കൊരു സ്ഥലം മാറ്റം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ ഒരു സമയത്ത് നിങ്ങൾ മിഥുനരാശിക്കാർക്ക് അനുഭവത്തിൽ വരും. പലരെയും സംബന്ധിച്ച് ഒരുപാട് കാലങ്ങളായി കാത്തിരുന്ന ഒരു സർക്കാർ സർവീസിലേക്കൊക്കെ ഒരു ജോലി ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. നിങ്ങളുടെ കർമ്മം സംബന്ധിച്ച് അപ്രതീക്ഷിത ഉയർച്ച, നേട്ടങ്ങൾ, മാറ്റങ്ങൾ, നന്മകൾ ലഭിക്കുക. ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടതകൾ അല്ലെ ശത്രുതാപരമായിട്ടുള്ള നീക്കങ്ങൾ, എത്ര നന്മകൾ ചെയ്താലും അതിൽ നിന്ന് പോലും ഒരു നല്ല വാക്ക് ലഭിക്കാതെ സഹപ്രവർത്തകരുടെയൊക്കെ കുറ്റപ്പെടുത്തലുകളോ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒക്കെ അനുഭവിക്കുന്നവരാണെങ്കിലൊക്കെ കാലാകാലങ്ങളായി കാത്തിരുന്ന ഒരു ജോലി ഉയർച്ചയൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വന്നു ചേരും. എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും കർമ്മ മേഖലയിൽ വിട്ടുമാറും എന്നുള്ളതാണ്. വ്യാഴം ജന്മത്തിൽ സഞ്ചരിക്കുമ്പോൾ വിവാഹ കാര്യങ്ങളിലുണ്ടായിരുന്ന തടസ്സങ്ങൾ, കാലതാമസങ്ങൾ വിട്ടുമാറും. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി മിഥുനരാശിക്കാരെ സംബന്ധിച്ച് വിവാഹത്തിൻ്റെ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരുപാട് തടസ്സങ്ങൾ, പ്രയാസങ്ങളാണ്. പലർക്കും ആലോചിച്ച് ഉറപ്പിച്ച വിവാഹമൊക്കെ അവസാന നിമിഷം മാറിപ്പോയ അനുഭവമൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ച് ആ വിവാഹത്തിൻ്റെ കാര്യങ്ങളുണ്ടായിരുന്ന തടസ്സത, കാലതാമസം, പ്രശ്നങ്ങൾ വിട്ടുമാറി അനുയോജ്യമായിട്ടുള്ള മംഗല്യഭാഗ്യം, വിവാഹയോഗം ലഭിക്കുക, നിങ്ങൾ ആഗ്രഹിച്ചതുപോലുള്ളൊരു ജീവിത പങ്കാളിയെ ലഭിക്കുന്ന സമയമാണ്. അതുപോലെ വിവാഹം കഴിഞ്ഞ് ദാമ്പത്യ കുടുംബജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ അനുഭവിക്കുന്നവരാണ്. ഒരു താൽക്കാലിക വേർപിരിവിലേക്ക്, വിവാഹമോചനത്തിൻ്റെ വക്കിൽ വരേക്ക് എത്തി നിൽക്കുന്ന ദമ്പതികൾക്കും നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിച്ച് ഒരുമിച്ച് മുന്നോട്ട് പോകുവാനുള്ള ഒരു ഈശ്വരാനുഗ്രഹം, ഭാഗ്യം, അവസരങ്ങൾ വന്നു ചേരും. പല കാരണങ്ങൾ കൊണ്ടും രണ്ട് സ്ഥലത്ത് കഴിയുന്ന ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കുവാനുള്ളൊരു ഭാഗ്യം, ഈശ്വരാനുഗ്രഹം ലഭിക്കുന്ന സമയമാണ്. പുനർവിവാഹത്തിന് കാത്തിരിക്കുന്ന വ്യക്തികൾക്കും സമയം അനുകൂലമാണ്. ജീവിത പങ്കാളി മുഖാന്തരം അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, ഭാഗ്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് വ്യാഴം നൽകും. വ്യാഴം മിഥുനരാശിക്കാരെ സംബന്ധിച്ച് കർമ്മത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹവും
അതുപോലെ കളത്രം ദാമ്പത്യത്തിന് ഗുണം നൽകുന്ന ഗ്രഹവുമാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾക്കൊക്കെ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ചും നിങ്ങളുടെ ജന്മരാശിയിൽ രാശ്യാധിപനായ ബുധൻ്റെ രാശിയിൽ തന്നെ സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾക്കൊക്കെ ഒരു പൂർത്തീകരണം ലഭിക്കുന്ന സമയമാണ്. ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു ഈശ്വരാനുഗ്രഹം ഉണ്ടാകും. പല കാര്യങ്ങളും നിങ്ങൾക്ക് അത് സാധിക്കുവാൻ പറ്റുന്ന സമയം. തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ വിട്ടുമാറി നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനായിട്ട് ഈ കാലഘട്ടത്തിൽ മിഥുന രാശിക്കാർക്ക് കഴിയും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഒരു ഈശ്വരാനുഗ്രഹം, ഒരു വെളിച്ചം തീർച്ചയായിട്ടും വന്നു ചേരും. നിങ്ങൾ അനുഭവിക്കുന്ന എന്ത് കഷ്ടതകളോ പ്രശ്നങ്ങളോ ആണെങ്കിലും അതിനൊക്കെ ഒരു മാറ്റം ഈ ഒരു മാർച്ച് 11 നാളെ മുതൽ വ്യാഴം നേർഗതിയിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നതാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം, ഭാവി, അല്ലെങ്കിൽ ഇപ്പോൾ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അവരവരുടെ സ്വന്തം ജനന ജാതകം പരിശോധിച്ച് മുന്നോട്ട് പോകാം. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മിഥുനരാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും നാളെ മുതൽ സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ചിങ്ങം രാശിക്കാരായ മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകർക്ക് ഏറ്റവും നല്ലൊരു സമയത്തിൻ്റെ ആരംഭം തന്നെയാണ്. കാരണം വ്യാഴം നിങ്ങൾക്ക് 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. 11ലെ വ്യാഴമെന്ന് പറയുന്നത് സർവ്വശ്രേഷ്ഠമാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് വ്യാഴം വക്രഗതിയിൽ സഞ്ചരിച്ചതിനാൽ ആ വ്യാഴത്തിൽ നിന്ന് ഗുണഫലങ്ങൾ ലഭിച്ചിട്ടില്ല. അതുപോലെ അഷ്ടമശനി ദോഷവും ശക്തമായിട്ട് ചിങ്ങം രാശിക്കാരെ ബാധിച്ചിരുന്നു. നാളെ മാർച്ച് മാസം 11-ാം തീയതി മുതൽ വ്യാഴം നേർഗതിയിൽ പൂർണ്ണ ബലത്തോടുകൂടി സഞ്ചരിക്കുന്ന സമയം ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കഷ്ടതകൾക്കുമുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു മാറ്റമാണ്. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി ശരീരത്തിന് പുത്തൻ ഉണർവ്, ആരോഗ്യം വന്നു ചേരും. നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറും. പണം സംബന്ധിച്ച കഷ്ടനഷ്ടങ്ങളൊക്കെ വിട്ടുമാറി നിങ്ങളുടെ കൈകളിലേക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള പണം വന്നു ചേരും. നിങ്ങൾ ചെയ്യുന്ന ജോലി, കർമ്മത്തിലൊക്കെ നല്ല നേട്ടങ്ങൾ, മാറ്റങ്ങൾ അനുഭവത്തിൽ വരും. മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും പുനരാരംഭിച്ച് പൂർത്തീകരിക്കുവാൻ സാധിക്കും. ഭൂമി വാങ്ങുവാനുള്ള യോഗമുണ്ടാകും. മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തീകരിക്കുവാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് നന്മകൾ, നേട്ടങ്ങളാണ് വന്നു ചേരുന്നത്. വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം തന്നെ നിങ്ങൾക്ക് അത്രമേൽ ശുഭനാണ്. നിങ്ങൾ മനസ്സിലാഗ്രഹിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും മുന്നോട്ട് സാധിക്കുവാൻ പറ്റുന്ന സമയമാണ്. അനാവശ്യ പാഴ്ചിലവുകൾ, ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറി നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം നിങ്ങൾക്ക് ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ചിലവഴിക്കാൻ സാധിക്കുക. കുടുംബത്തിൽ മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുക. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിത വിജയത്തിൻ്റെ ഒരു കാലഘട്ടമാണ് മുന്നോട്ട് ആരംഭിക്കുന്നത്. ഈ ഒരു സമയം 11ലെ വ്യാഴമെന്ന് പറയുന്ന സർവാഭീഷ്ടമാണ്. എല്ലാ നന്മകളും ഓരോ വ്യക്തികളും ചിങ്ങം രാശിയിൽപ്പെട്ട മകം, പൂരം, ഉത്രം നക്ഷത്രത്തിലുള്ള ഓരോ വ്യക്തികൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ, ഒരു നല്ല ജോലി ആഗ്രഹിക്കുന്നവർക്ക് അത് വ്യാഴം നൽകുന്ന സമയമാണ്. ആരോഗ്യത്തിൽ പുരോഗതി, മുന്നേറ്റം നൽകുന്ന സമയമാണ്. മനസ്സിന് സുഖം, സമാധാനം, സന്തോഷം ലഭിക്കും. ഭൂമി, ഗൃഹത്തിനുള്ള യോഗം നൽകും. വണ്ടി, വാഹന യോഗങ്ങൾ ഈ കാലഘട്ടത്തിൽ ലഭിക്കുന്നതാണ്. നല്ല അനുയോജ്യമായിട്ടുള്ള മംഗല്യ ഭാഗ്യം, വിവാഹം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് ഈശ്വരൻ നൽകുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. പ്രത്യേകിച്ച് ധനപരമായിട്ടുള്ള ഒരു മുന്നേറ്റം ഈ ഒരു കാലഘട്ടങ്ങളിൽ നിങ്ങളിലേക്ക് വന്നു ചേരും. വ്യാഴം നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം നൽകുന്ന ഗ്രഹമാണ്. പൂർവ്വ പുണ്യസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹം. ചിങ്ങം രാശിയിൽപ്പെട്ട ഏതൊക്കെ വ്യക്തികളാണോ അവരുടെ കുട്ടികളുടെ നന്മകൾ ആഗ്രഹിക്കുന്നത്, മാതാപിതാക്കളെ സംബന്ധിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കണം, വിദേശത്ത് ഒരു പഠനം ആഗ്രഹമുള്ളവർ, അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്നവർ, ഒരു നല്ല ജോലിക്ക് വേണ്ടി, കുട്ടികളുടെ വിവാഹം നടക്കുന്നതിന് വേണ്ടി, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പരിശ്രമിക്കുന്ന മാതാപിതാക്കളെ സംബന്ധിച്ച് 100% നിങ്ങളുടെ ആഗ്രഹം ഈശ്വരൻ നടത്തി നൽകുന്ന സമയമാണ്. അതുപോലെ അവരവരുടെ കുട്ടികളാൽ, സന്താനങ്ങളെ കൊണ്ടും നിങ്ങൾ ചിങ്ങം രാശിയിൽപ്പെട്ട മാതാപിതാക്കൾക്ക് മനസ്സിന് സന്തോഷം, സുഖം, സമാധാനം, അഭിമാനം തോന്നുന്ന തരത്തിൽ ഉള്ള നല്ല നല്ല ഗുണാനുഭവങ്ങൾ ഈ കാലഘട്ടത്തിൽ വന്നു ചേരും. അതുപോലെ തന്നെ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ പൂർവിക വഴി ലഭിക്കേണ്ട ഭൂമിയോ മറ്റ് സ്വത്തുവകകളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് അതൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയമാണ്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴത്തിൻ്റെ നേർരേഖയിലുള്ള സഞ്ചാരം നാളെ മുതൽ ആരംഭിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ജീവിത വിജയങ്ങൾ, യോഗഫലങ്ങളായിരിക്കും അനുഭവത്തിൽ വരിക. അത് ചിങ്ങം രാശിയിൽപ്പെട്ട ഓരോ സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ചും പലർക്കും പലതരത്തിലായിരിക്കും. ആ ഒരു ഈശ്വരാനുഗ്രഹം, ഭാഗ്യം വന്നു ചേരുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ആ ഒരു മാറ്റമുണ്ടാകും.
ഈ കാര്യത്തിൽ സംശയമില്ല. എല്ലാവിധത്തിലുള്ള നന്മകളും ഈശ്വരൻ നൽകുന്ന സമയം. നിങ്ങൾ 10% പ്രയത്നിച്ചാൽ 100% ഫലം ഈ ഒരു കാലഘട്ടങ്ങളിൽ ലഭിക്കുന്നതായിരിക്കും. നാളെ മുതൽ ചിങ്ങം രാശിയിൽപ്പെട്ട മകം, പൂരം, ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ച് അപ്രതീക്ഷിത വിജയങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ, മനസ്സിനും ശരീരത്തിനും സുഖം, സമാധാനം, സന്തോഷം ഇതെല്ലാം ഈ ഒരു കാലഘട്ടത്തിൽ വന്നു ചേരും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തെപ്പറ്റി, മുന്നോട്ട് ഉള്ള ഭാവിയെപ്പറ്റിയൊക്കെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരവരുടെ സ്വന്തം ജനനജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാം. സമയം നിങ്ങൾക്ക് അത്രമേൽ അനുകൂലമാണ്. ഈ വ്യാഴമാറ്റം കൊണ്ട് സർവശ്രേഷ്ഠമായ ഏറ്റവും സർവാഭീഷ്ട ഗുണങ്ങൾ ലഭിക്കുന്ന രാശിക്കാർ നിങ്ങൾ ചിങ്ങം രാശിക്കാരാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ നാളെ മുതൽ ചിങ്ങം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും സർവ്വ സൗഭാഗ്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഈശ്വരൻ നൽകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി തുലാം രാശിയിൽ വരുന്ന ചിത്തിര, ചോതി, വിശാഖം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ സമയം വളരെ വളരെ ഉത്തമമാണ്. നാളെ മുതൽ വ്യാഴം നേർരേഖയിൽ സഞ്ചരിക്കുമ്പോൾ തുലാം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് അത് ഭാഗ്യസ്ഥാനമായിട്ടാണ് വരുന്നത്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി വ്യാഴം ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിച്ചിരുന്നുവെങ്കിലും വക്രഗതിയിലായതിനാൽ അതിൻ്റെ ഗുണഫലങ്ങൾ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. തുലാം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്ന ഭാഗ്യാധിപതിയായ ഗ്രഹമാണ് ബുധൻ. ആ ബുധൻ്റെ രാശിയായ മിഥുനത്തിൽ വ്യാഴം നേർഗതിയിൽ സഞ്ചരിക്കുമ്പോൾ തുലാം രാശിക്കാരെ സംബന്ധിച്ച് ആദ്യം അനുഭവത്തിൽ വരുന്നത് മനസ്സിന് സുഖം, സമാധാനം, സന്തോഷമാണ്. മനസ്സിനെ അലട്ടിയിരുന്ന പല കാര്യങ്ങളും ഈ ഒരു സമയത്ത് വിട്ടുമാറും. നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിച്ചിരുന്ന അല്ലെങ്കിൽ ആശയക്കുഴപ്പത്തിലാക്കിയിരുന്ന, മനസ്സിൻ്റെ സ്വസ്ഥത നശിപ്പിച്ചിരുന്നതായിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ മനസ്സൊന്ന് തെളിയുന്ന സമയമാണ്. മനസ്സിന് സുഖം, സമാധാനം, സന്തോഷം ലഭിക്കും. നിങ്ങൾക്ക് ആത്മവിശ്വാസം ലഭിക്കുന്ന തരത്തിൽ, ജീവിതത്തിൽ മുന്നോട്ട് ജീവിത വിജയത്തിന് അടിത്തറ നൽകുന്ന തരത്തിൽ നല്ല നല്ല ഗുണാനുഭവങ്ങളായിരിക്കും തുലാം രാശിക്കാർക്ക് നാളെ മുതൽ അനുഭവത്തിൽ വരിക. അതുപോലെ സഹോദരങ്ങളുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ അഭിപ്രായ വ്യത്യാസങ്ങളോ അകൽച്ചകളോ ഒക്കെ നിലനിൽക്കുന്നവരാണെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറുക. സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു ദൃഢത ഉണ്ടാവുക, അവരുമായിട്ട് കൂടിച്ചേരാനുള്ള അവസരങ്ങൾ ലഭിക്കുക, സഹോദരങ്ങളിൽ നിന്ന് ഗുണാനുഭവങ്ങൾ വന്നു ചേരുക. ഇങ്ങനെ പലതരത്തിലുള്ള നന്മകളാണ് നിങ്ങൾക്ക് ഈശ്വരൻ നൽകുന്നത്. പ്രത്യേകിച്ചും രണരോഗ ശത്രുസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമാണ് വ്യാഴം. അത് ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കടങ്ങൾ കുറയുക, രോഗദുരിതങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കുക, നിങ്ങൾ നേരിടുന്ന ശത്രുതകളോ എതിർപ്പുകളോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ വിട്ടുമാറുക. ഏതെങ്കിലും തരത്തിലുള്ള കേസ്, കോടതി വ്യവഹാരങ്ങളിൽ കൂടെ മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അതൊക്കെ അനുകൂലമായിട്ട് വരിക, അല്ലെങ്കിൽ അതിൽ നിന്ന് മാറ്റം ലഭിക്കുക. ഇങ്ങനെയുള്ള ഒരുപാട് നന്മകൾ, നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് വന്നു ചേരും. ഭാഗ്യാധിപതിയുടെ രാശിയിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം ഭാഗ്യമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ലഭിക്കുക. നിങ്ങളെ സംബന്ധിച്ച് ഭാഗ്യമെന്ന് പറയുന്നത് തന്നെ ഈശ്വരാനുഗ്രഹമാണ്. അപ്പോൾ പലർക്കും പലതരത്തിലുള്ള ഭാഗ്യമായിരിക്കും ഈ കാലഘട്ടങ്ങളിൽ ലഭിക്കുക. ഏറെക്കാലമായി കാത്തിരുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്ന, ആഗ്രഹിച്ചിരുന്ന നല്ലൊരു ജോലിയിൽ പ്രവേശിക്കുവാൻ പറ്റുന്ന ഒരു ഭാഗ്യം വന്നു ചേരും. അതുപോലെ തന്നെ ദീർഘകാലമായിട്ട് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളുണ്ട്, അതിനുവേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള ചികിത്സകൾ നടത്തി വരുന്നവരാണെങ്കിൽ ആ ചികിത്സകളൊക്കെ പൂർണ്ണ ഫലപ്രാപ്തിയിൽ എത്തുന്ന സമയമാണ്. ആരോഗ്യം വീണ്ടും കിട്ടും. ദാമ്പത്യ കുടുംബജീവിതത്തിൽ സുഖം, സമാധാനം, സന്തോഷം ലഭിക്കുക. അതുപോലെ എല്ലാ തരത്തിലുമുള്ള നന്മകൾ, പലർക്കും ഒരു വണ്ടി വാഹന യോഗങ്ങളോ ഒരു ഭൂമിക്കും ഗൃഹത്തിനുമൊക്കെയുള്ള യോഗങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ്. അപ്രതീക്ഷിതമായ ഗുണാനുഭവങ്ങൾ ലഭിക്കും. തുലാം രാശിക്കാരായ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഉയർ പഠനം, വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതിനുള്ള ഒരു ഭാഗ്യമുള്ള സമയമാണ്. അതൊക്കെ വളരെ നിഷ്പ്രയാസം സാധിക്കും. എല്ലാ തരത്തിലും ഉള്ളൊരു ഈശ്വരാനുഗ്രഹം, ഭാഗ്യം വന്നു ചേരും. പിതാവ്, പിതൃസ്ഥാനത്തുള്ള വ്യക്തികളിൽ നിന്ന് തുലാം രാശിയിൽപ്പെട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, ഗുണാനുഭവങ്ങൾ, ഭാഗ്യാനുഭവങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സമയവുമാണ്. പ്രധാനമായും തുലാം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ആ ഒരു ഈശ്വരാനുഗ്രഹം പൂർണ്ണമായിട്ട് ലഭിക്കുന്നതാണ്. ആഗ്രഹിക്കുന്ന മംഗല്യം, വിവാഹ യോഗം ലഭിക്കുന്ന ഒരു കാലഘട്ടം, ഒരു സമയവുമാണ്. തുലാം രാശിയിൽപ്പെട്ട ചിത്തിര, ചോതി, വിശാഖം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടായിരിക്കും പല ഭാഗ്യങ്ങളും നന്മകളും ജീവിതാനുഭവങ്ങളും ലഭിക്കുക. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്ന്, ഇടങ്ങളിൽ നിന്നൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ, നേട്ടങ്ങൾ, നന്മകളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ വന്നു ചേരുന്നതുമായിരിക്കും.
ഏറെ കാലങ്ങളായി അനുഭവിച്ചു വന്നിരുന്ന പല മാനസിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാനുഗ്രഹം, ഭാഗ്യം, നന്മകൾ ഇതെല്ലാം ഈശ്വരൻ നൽകുന്ന ഏറ്റവും ഉത്തമമായ ഒരു സമയമാണ്. ഇതിനെ നിങ്ങൾ ഓരോരുത്തരും പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക. അവരവരുടെ ജീവിതത്തെപ്പറ്റി, മുന്നോട്ടുള്ള ജീവിതമോ ഭാവിയെപ്പറ്റിയൊക്കെ കൂടുതൽ വ്യക്തിപരമായിട്ട് അറിയാൻ ആഗ്രഹമുള്ളവർക്ക് അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാം. അത് ഏറ്റവും ഉത്തമമായിരിക്കും. നാളെ മാർച്ച് മാസം 11-ാം തീയതി മുതൽ വ്യാഴം നേർഗതിയിൽ സഞ്ചരിക്കുമ്പോൾ അത് തുലാം രാശിയിൽപ്പെട്ട നക്ഷത്രത്തിൽ ജനിച്ച ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ, വലിയ നന്മകൾ, നേട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് നൽകും. ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നൽകുന്ന ഒന്നാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ നാളെ മുതൽ തുലാം രാശിയിൽപ്പെട്ട ചിത്തിര, ചോതി, വിശാഖം നക്ഷത്ര ജാതകർക്ക് സർവ്വൈശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ധനുരാശിയിൽ വരുന്ന മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് സമയം വളരെ അനുകൂലമായി വരികയാണ്. പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട ഒന്ന്, ധനുരാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ രാശിയുടെ അധിപനാണ് വ്യാഴം. ധനു ലഗ്നത്തിൽ ജനിച്ചവർക്ക് ലഗ്നാധിപനും വ്യാഴമാണ്. അങ്ങനെയുള്ള വ്യാഴം 7-ാം ഭാവമായ കേന്ദ്രസ്ഥാനത്ത് നേർരേഖയിൽ സഞ്ചരിക്കുന്ന സമയത്തിൻ്റെ ആരംഭമാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി വ്യാഴത്തിൻ്റെ വക്രഗതി മൂലമാണ് ധനുരാശിക്കാർക്ക് വ്യാഴത്തിൽ നിന്ന് ആ നേട്ടങ്ങൾ, ഗുണഫലങ്ങൾ, നന്മകളൊന്നും ലഭിക്കാഞ്ഞത്. നിങ്ങളെ സംബന്ധിച്ച് നാളെ മുതൽ നേർരേഖയിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി സുഖാനുഭവങ്ങൾ തീരെ ഇല്ലാത്ത ഒരു രാശിക്കാരാണ് ധനുരാശിക്കാർ. നിങ്ങളെ സംബന്ധിച്ച് മാനസികവും ശാരീരികവും ആയിട്ടുള്ള ഒരു മാറ്റം ജീവിതത്തിൽ ലഭിക്കുന്ന സമയമാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നോക്കുമ്പോൾ ധനുരാശിക്കാരെ സംബന്ധിച്ച് പലർക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ അനുഭവത്തിൽ വന്നിട്ടുണ്ട്. അപ്പം അതിനൊക്കെ ഒരു മാറ്റമാണ് ഈ ഒരു വ്യാഴത്തിൻ്റെ നേർരേഖ സഞ്ചാരം. പ്രത്യേകിച്ച് പണം സംബന്ധിച്ച് സാമ്പത്തികപരമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന രാശിക്കാരിൽ ഒരു രാശിക്കാരാണ് ധനുരാശിക്കാർ. അപ്രതീക്ഷിതമായി വന്ന ചിലവുകൾ, കടബാധ്യതകൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം കൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾ ധാരാളമാണ് ധനുരാശിയിൽ. അതുപോലെ ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ഒരു ഗൃഹനിർമ്മാണം ആരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കാതെ പകുതി വഴിയിൽ മുടങ്ങി നിൽക്കുന്നവർ, അതിനുവേണ്ട സാമ്പത്തികം കയ്യിലില്ലാതെ വിഷമിക്കുന്ന വ്യക്തികൾ, ഇങ്ങനെ പലതരത്തിലാണ് ബുദ്ധിമുട്ടുകൾ. ധനു രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വ്യാഴം നാളെ നേർരേഖയിൽ സഞ്ചരിക്കുമ്പോൾ ആദ്യം അനുഭവത്തിൽ വരുന്നത് സാമ്പത്തികമായിട്ടുള്ള ഒരു മാറ്റം, ഒരു നേട്ടങ്ങൾ തന്നെയാണ്. പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറും. ആരോഗ്യപരമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധനുരാശിക്കാരുണ്ടെങ്കിൽ അതൊക്കെ വിട്ടുമാറി ആ ശാരീരികമായ ആരോഗ്യം വീണ്ടും കിട്ടും. മാനസികമായ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, വിഷമതകൾ മാറുക. മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കുക. കടബാധ്യതകൾ, സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നൊരു മോചനം ലഭിക്കുക. അപ്രതീക്ഷിതമായ ഒരു ധനവരവ് വന്നു ചേരുക. മാതാവ്, മാതൃസ്ഥാനത്തുള്ള വ്യക്തികളിൽ നിന്നൊക്കെ ജീവിതത്തിലേക്കൊരു നന്മ, അനുഗ്രഹം, നേട്ടങ്ങൾ ലഭിക്കുക. പൂർവികപരമായിട്ട് പ്രത്യേകിച്ച് മാതാവിൻ്റെ പൂർവിക വഴി ലഭിക്കേണ്ട ഭൂമിയോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും. അങ്ങനെയുള്ള ഒരുപാട് നല്ല നേട്ടങ്ങൾ ധനുരാശിക്കാർക്ക് ഈ ഒരു സമയത്ത് ലഭിക്കും. അതുപോലെ അവരവർ ചെയ്യുന്ന ജോലിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വിട്ടുമാറി ആ ജോലിയിലുള്ള പ്രയാസങ്ങളൊക്കെ മാറുക. നല്ലൊരു ജോലി ലഭിക്കുക. ജോലിയിൽ ആഗ്രഹിക്കുന്ന നല്ല മാറ്റങ്ങൾ വന്നു ചേരുക. വിദേശത്തൊക്കെ ഒരു ജോലിക്ക് ശ്രമിക്കുന്ന ധനുരാശിക്കാരുണ്ടെങ്കിൽ ധൈര്യമായി മുന്നോട്ട് പോകാം. നിങ്ങൾക്ക് ആ ജോലിയൊക്കെ ലഭിക്കുന്നതാണ്. വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ധനുരാശിക്കാർക്കും സമയം അനുകൂലമാണ്. പൊതുവെ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിങ്ങൾക്കൊരു മാറ്റം അനുഭവത്തിൽ വരും. കുടുംബത്തിലും അവരവരുടെ ദാമ്പത്യത്തിലും സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലുമൊക്കെ ഉണ്ടായിരുന്ന പല ബുദ്ധിമുട്ടുകളും വിട്ടുമാറി ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് വിവാഹത്തിൻ്റെ കാര്യമാണ്. മൂലം നക്ഷത്രത്തിലൊക്കെ ജനിച്ച പലർക്കും വിവാഹം നടക്കുന്നതിന് പല ബുദ്ധിമുട്ടും തടസ്സങ്ങളും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടുണ്ട്. അതൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറി നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളൊരു വിവാഹം, മംഗല്യഭാഗ്യം, അനുയോജ്യനായ ഒരു ജീവിത പങ്കാളിയെ ലഭിക്കുന്ന സമയമാണ്. പുനർവിവാഹത്തിന് കാത്തിരിക്കുന്ന ധനുരാശിയിൽപ്പെട്ട നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് സമയം അനുകൂലമാണ്. നല്ലൊരു പുനർവിവാഹവും വന്നു ചേരുന്നതാണ്. ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, വേർപിരിവുകൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മാറ്റമുണ്ടായി ആ ദാമ്പത്യ കുടുംബജീവിതത്തിലും നിങ്ങൾക്ക് ഈശ്വരനൊരു സുഖം, സമാധാനം, സന്തോഷം നൽകും.
എല്ലാ തരത്തിലും മുന്നോട്ടുള്ള സമയം ധനുരാശിക്കാരെ സംബന്ധിച്ച് ഉത്തമമാണ്. നിങ്ങളിപ്പോൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളുമൊക്കെ വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിലൊരു സുഖം, സമാധാനം, സന്തോഷം ഈ ഒരു വ്യാഴം നേർരേഖയിൽ സഞ്ചരിക്കുന്ന സമയം നാളെ മുതൽ അനുഭവത്തിൽ വരും. അപ്രതീക്ഷിതമായ മാറ്റങ്ങളായിരിക്കും ധനുരാശിക്കാർക്ക് അനുഭവത്തിൽ വരിക. ഈ സമയത്തെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും, അത് ആരോഗ്യമാണെങ്കിലും ജോലിയാണെങ്കിലും സാമ്പത്തികമാണെങ്കിലും ദാമ്പത്യം, കുടുംബമാണെങ്കിലും വിവാഹത്തിൻ്റെ കാര്യത്തിലുമൊക്കെ നിങ്ങൾക്ക് ആ മാറ്റങ്ങൾ തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. കൂടുതൽ അവരവരുടെ ജീവിതത്തെപ്പറ്റി വ്യക്തിപരമായിട്ട് അറിയാൻ ആഗ്രഹമുള്ളവർക്ക് അവരവരുടെ ജനന ജാതകം പരിശോധിച്ച് മുന്നോട്ട് പോകാം. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ നാളെ മുതൽ ധനുരാശിയിൽപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ നന്മകളും ഈശ്വരൻ നൽകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കുംഭം രാശിയിൽ വരുന്ന അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്ര ജാതകർക്ക് സമയം വളരെ ഉത്തമമാണ്. കുംഭം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് വ്യാഴം 5ാം ഭാവമായ പൂർവ്വപുണ്യസ്ഥാനത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. പൂർവ്വപുണ്യസ്ഥാനത്ത് പ്രപഞ്ചത്തിൻ്റെ പൂർണ്ണ ശുഭനായ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഒരുപാട് ഉത്തമമായ ഗുണഫലങ്ങൾ ലഭിക്കേണ്ടതാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി വ്യാഴം വക്രഗതിയിൽ സഞ്ചരിച്ചിരുന്നതിനാൽ കുംഭം രാശിക്കാർക്ക് ആ ഗുണഫലങ്ങൾ ലഭിച്ചിട്ടില്ല. കുംഭം രാശിക്കാരെ സംബന്ധിച്ച് പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹം തന്നെ ബുധനാണ്, 5ാം ഭാവത്തിൻ്റെ അധിപതി. ആ ബുധൻ്റെ രാശിയായ മിഥുനത്തിലാണ് വ്യാഴം നാളെ മുതൽ നേർഗതിയിൽ സഞ്ചരിക്കുന്നത്. ഈ ഒരു സമയം കുംഭം രാശിക്കാരെ സംബന്ധിച്ച് അനുഗ്രഹം ലഭിക്കുന്ന ഒരു സമയമാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി അനുഭവിച്ചു വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും കഷ്ടതകളും വിട്ടുമാറും. കുംഭം രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ അത് ഞാൻ എല്ലാ വീഡിയോയിലും പ്രത്യേകം പറയുന്നതാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി നിങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന പ്രശ്നങ്ങളൊന്നും നമുക്ക് ഒരു വീഡിയോയിലൊന്നും പറഞ്ഞാൽ തീരുന്നതല്ല. കുംഭം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാർ കഴിഞ്ഞ കുറേ കാലങ്ങളായി പല തരത്തിലുള്ള മാനസികവും ശാരീരികവും സാമ്പത്തികവും എന്നുവേണ്ട എല്ലാ തരത്തിലും ഒരുപാട് പ്രശ്നങ്ങൾ, കഷ്ടതകൾ ഒക്കെ അനുഭവിച്ചവരാണ്. അത് സ്വന്തം ബന്ധങ്ങളിൽ നിന്നാണെങ്കിൽ പോലും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, കടബാധ്യതകൾ, വളരെ നല്ല രീതിയിൽ ജീവിച്ചു വന്ന പലരും പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, കടബാധ്യതയിൽ കൂടെ കടന്നു പോകുന്ന അനുഭവം. 7ാം ശനി ഏറ്റവും അധികം ബുദ്ധിമുട്ടിച്ച രാശിക്കാരാണ് കുംഭം രാശിക്കാർ. എല്ലാ തരത്തിലും കഷ്ടനഷ്ടങ്ങൾ, ദുഃഖദുരിതങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് ആ ജീവിതത്തിൻ്റെ കൈപ്പേറിയ എല്ലാ മേഖലയിൽ കൂടെ കടന്നു പോയവരാണ്. കുംഭം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും പറയാൻ ഓരോ കഥകൾ ഉണ്ടാകും. ഓരോ ജീവിതാനുഭവങ്ങളാണ് ഓരോ വ്യക്തികളെയും വ്യത്യസ്തനാക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായി അനുഭവിച്ചു വന്നിരുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മുന്നോട്ട് മോചനം ലഭിക്കുന്ന നല്ല സമയം ആരംഭിക്കുകയാണ്. അതിൻ്റെ ഒരു തുടക്കമാണ് നാളെ മുതലുള്ള വ്യാഴത്തിൻ്റെ നേർഗതി സഞ്ചാരം. ഈശ്വരാനുഗ്രഹം, നന്മകളൊക്കെ ധാരാളമായി വന്നു ചേരും. നിങ്ങൾ അനുഭവിക്കുന്ന പണം സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുന്നൊരു സമയമാണ്. എത്ര വലിയ കടബാധ്യതകളോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ കൂടെയോ കടന്നു പോകുന്നവരാണെങ്കിലും അതിലൊക്കെ ഒരു വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ ആവശ്യത്തിനുള്ള പണം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും. നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ സാധിക്കും. കടബാധ്യതകളിൽ നിന്നൊരു മോചനം ലഭിക്കും. നിങ്ങളെ സംബന്ധിച്ച് മുന്നോട്ട് ഒരു ജീവിത വിജയത്തിന് അടിത്തറ നൽകുന്ന തരത്തിൽ നല്ല നല്ല ഗുണാനുഭവങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടാകും. ഈശ്വരാനുഗ്രഹം ധാരാളമായിട്ട് വന്നു ചേരുന്ന സമയമാണ്. പലരും ഏറെക്കാലമായി ആഗ്രഹിച്ചിരുന്ന സ്വന്തമായിട്ടൊരു ഭൂമിയെന്നോ ഒരു വീട്, ഒരു ഗൃഹം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ മുന്നോട്ടുള്ള സമയം കുംഭം രാശിക്കാർക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. ആരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കാതെ പകുതി വഴിയിൽ മുടങ്ങി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം കൊണ്ട് പുനരാരംഭിക്കുവാൻ സാധിക്കും. നിങ്ങൾ അനുഭവിച്ച അപമാനങ്ങൾ, കഷ്ടതകൾ, ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ ജീവിത വിജയത്തിൻ്റെ ഒരു തുടക്കം, ആ തുടക്ക കാലഘട്ടമാണ് ഇതെന്ന് ഓരോ വ്യക്തികളും മനസ്സിലാക്കുക. ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സാധിക്കും. ഈശ്വരാനുഗ്രഹം കൊണ്ട് കുടുംബത്തിലൊരു സമാധാനം, സുഖം, സന്തോഷം ലഭിക്കും. നിങ്ങളുടെ കുടുംബത്തിൻ്റെ കുട്ടികളുടെയൊക്കെ ആവശ്യങ്ങൾ നിറവേറ്റാൻ തക്ക തരത്തിൽ സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്ന സമയമാണ്. സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലും സുഹൃത്ത് ബന്ധങ്ങളുടെ ഇടയിലുമൊക്കെ നിലനിന്നിരുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വിട്ടുമാറും. ആരോഗ്യ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള രോഗദുരിതങ്ങൾ, ആശുപത്രി വാസങ്ങൾ ഇതിൽ നിന്നൊക്കെ പൂർണ്ണ മോചനം ലഭിച്ച് ജീവിതത്തിൽ ആരോഗ്യം വീണ്ടും കിട്ടുന്ന സമയമാണ്. കുംഭം രാശിക്കാർക്ക് അപ്രതീക്ഷിതമായ ജീവിത വിജയങ്ങൾ, ജീവിത നന്മകൾ, ഉയർച്ചകളാണ് വന്നു ചേരുന്നത്. നിങ്ങളുടെ ഓരോരുത്തരെയും സംബന്ധിച്ച്, കുംഭം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ, നിങ്ങളുടെ ആരോഗ്യത്തിൽ, ദാമ്പത്യ കുടുംബജീവിതത്തിൽ, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ ഒക്കെ വളരെ വലിയ മാറ്റങ്ങൾ വന്നു ചേരും. അപ്രതീക്ഷിതമായ ജീവിതാനുഭവങ്ങളാണ് വന്നു ചേരുക.
കുംഭം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിത ഉയർച്ച ഈശ്വരൻ നൽകുന്ന സമയമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അവർക്ക് നല്ലൊരു ജോലി, വിവാഹം, വിദേശ പഠനം ഇതൊക്കെ ഈ ഒരു കാലഘട്ടങ്ങളിൽ ഈശ്വരൻ നൽകും. അപ്രതീക്ഷിതമായിട്ട് അവരവരുടെ സന്താനങ്ങളുടെ കാര്യത്തിൽ നല്ല മാറ്റങ്ങൾ അനുഭവത്തിൽ വരും. അതുപോലെ സന്താനങ്ങളെ കൊണ്ട് കുംഭം രാശിക്കാരായ മാതാപിതാക്കൾക്കും മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു അനുഭവം വന്നു ചേരും. ഈശ്വരൻ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നിങ്ങൾ അനുഭവിച്ച ദുഃഖ ദുരിതങ്ങൾക്ക്, കഷ്ടതകൾക്ക്, മാനസിക ബുദ്ധിമുട്ടുകൾക്ക്, എല്ലാം അപമാനങ്ങൾക്കൊക്കെ ഈശ്വരൻ നിങ്ങൾക്കൊരു നല്ല സമയം നൽകുന്നു എന്നുള്ളതാണ്. എല്ലാത്തിനെയും അതിജീവിച്ച് ഇവിടെ വരെ എത്തിയ കുംഭം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും മുന്നോട്ട് സമയം ഏറ്റവും അനുകൂലമാണ്. ഒരുപാട് നേട്ടങ്ങൾ, നന്മകൾ നിങ്ങൾക്ക് വന്നു ചേരും. സന്തോഷമായി സമാധാനമായി മുന്നോട്ട് പോവുക. ഇനി അവരവരുടെ ജീവിതത്തെപ്പറ്റി, മുന്നോട്ടുള്ള ഭാവിയെപ്പറ്റി വ്യക്തമായിട്ട് കാര്യങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാം. അത് വളരെ ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ നാളെ മുതൽ കുംഭം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ നന്മകളും ഈശ്വരൻ നൽകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മീനം രാശിക്കാരായ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്ര ജാതകർക്കാണ് വ്യാഴത്തിൻ്റെ നേർഗതിയിലുള്ള സഞ്ചാരം ഏറ്റവും നേട്ടങ്ങൾ നൽകുന്നത്. മീനം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ രാശിയുടെ അധിപനാണ് വ്യാഴം. മീനം ലഗ്നത്തിൽ ജനിച്ചവരെ സംബന്ധിച്ച് ലഗ്നാധിപനും വ്യാഴമാണ്. വ്യാഴം കേന്ദ്രസ്ഥാനത്ത് 4-ാം ഭാവമായ സുഖസ്ഥാനത്ത് സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. എന്നാൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി വ്യാഴം വക്രഗതിയിൽ സഞ്ചരിച്ചിരുന്നതിനാൽ വ്യാഴത്തിൽ നിന്ന് സുഖാനുഭവങ്ങൾ, നേട്ടങ്ങൾ, നന്മകളൊന്നും നിങ്ങൾ മീനം രാശിക്കാർക്ക് ലഭിച്ചിട്ടില്ല. നാളെ മാർച്ച് മാസം 11 മുതൽ വ്യാഴം നേർരേഖയിൽ പൂർണ്ണബലത്തോടുകൂടി സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു നല്ല കാലത്തിൻ്റെ ആരംഭമാണ്. വ്യാഴം നിങ്ങൾക്ക് ഏറ്റവും ഉത്തമനായ ഗ്രഹമാണ്. നിങ്ങളിപ്പോൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒരു മാറ്റം ലഭിക്കുന്ന സമയമാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നോക്കുമ്പോൾ ഏഴരശനിയുടെ കാഠിന്യം ശക്തമായിട്ട് അനുഭവിക്കുന്ന രാശിക്കാരാണ് മീനം രാശിക്കാർ. അതിൽ ഏഴരശനിയുടെ ദോഷത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കുന്നത് സ്വന്തം ജനന ജാതക പ്രകാരം അത്രമേൽ ഒരു ശുഭഗ്രഹത്തിൻ്റെ, ബലവാനായ ഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവർക്ക് മാത്രമാണ്. അല്ലാത്ത വ്യക്തികളെ സംബന്ധിച്ച് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, കഷ്ടതകളാണ് മീനം രാശിക്കാർ അനുഭവിക്കുന്നത്. നമുക്ക് താങ്ങാവുന്നതിലും കൂടുതൽ ഭാരം, അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ കൂടെയാണ് പലരും കടന്നു പോകുന്നത്. ജീവിതം തന്നെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു എന്ന് പറയാം. അത് പലർക്കും പലതരത്തിലാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ജന്മശനി കാലഘട്ടത്തിൻ്റെ ശക്തമായ ദോഷം അനുഭവിക്കുന്നവരാണ്. വ്യാഴം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വക്രഗതിയിൽ കൂടെ സഞ്ചരിച്ചിരുന്നതിനാൽ വ്യാഴത്തിൽ നിന്നും ആ ഗുണഫലങ്ങളില്ല എന്നുള്ളതാണ്. നാളെ മുതൽ വ്യാഴം നേർരേഖയിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ജീവിത വിജയങ്ങൾ, മാറ്റങ്ങൾ ലഭിക്കും. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ലഭിക്കാത്ത സുഖാനുഭവങ്ങൾ, സുഖമെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒന്നാണ്. നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന, അല്ലെങ്കിൽ മനസ്സിനെ വിഷമിപ്പിച്ചിരുന്ന, മനപ്രയാസം നൽകിയിരുന്ന പല കാര്യങ്ങളും വിട്ടുമാറി നിങ്ങളുടെ മനസ്സ് ഒന്ന് തെളിയുന്ന ഒരു സമയമാണ്. അതുപോലെ ശരീരത്തിന് അലട്ടിയിരുന്ന ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നവരാണെങ്കിൽ അതൊക്കെ വിട്ടുമാറി ശരീരത്തിന് പുത്തനുണർവ്, ആരോഗ്യം വീണ്ടും കിട്ടും. പണം സംബന്ധിച്ച് സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറുക, വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ്. അപ്രതീക്ഷിതമായിട്ടായിരിക്കും പല നന്മകളും മീനം രാശിക്കാർക്ക് ഈ സമയത്ത് വന്നു ചേരുന്നത്. ഒരു സുഖാനുഭവം, കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടില്ലാതിരുന്ന ഒരു സുഖം, സമാധാനം, സന്തോഷം ലഭിക്കും. ഒരു വ്യക്തിയെ സംബന്ധിച്ച് സുഖം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ, നല്ല ആരോഗ്യം, സാമ്പത്തികപരമായിട്ട് ഒരു നല്ലൊരു അടിത്തറ, അതുപോലെ വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ ദാമ്പത്യ കുടുംബജീവിതത്തിൽ സുഖം, സമാധാനം, സന്തോഷം, ചെയ്യുന്ന ജോലി മുഖാന്തരമുള്ള ഒരു ഉയർച്ച, പണം സംബന്ധിച്ച കഷ്ടതകൾ വിട്ടുമാറി അവരവരുടെ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള പണമെങ്കിലും കയ്യിൽ ലഭിക്കുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്നു ചേരുമ്പോഴാണ് ആ ഒരു സുഖാനുഭവം ലഭിക്കുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇതിനൊക്കെ പലതരത്തിലുള്ള തടസ്സങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളാണ് മീനം രാശിക്കാർ. നിങ്ങളെ സംബന്ധിച്ച് അതൊക്കെ വിട്ടുമാറി നിങ്ങൾക്കൊരു സുഖം, സമാധാനം, സന്തോഷം ലഭിക്കും. അതുപോലെ ഒരു ഗൃഹനിർമ്മാണം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ആരംഭിച്ച് പൂർത്തീകരിക്കാൻ കഴിയാതെ മുടങ്ങി നിൽക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പുനരാരംഭിച്ച് പൂർത്തീകരിക്കുവാനായിട്ടുള്ള പണം, ധനം കൈകളിൽ വന്നു ചേർന്ന് ഒരു ഗൃഹനിർമ്മാണം
പൂർത്തീകരിച്ച് ഗൃഹപ്രവേശം നടത്തുവാനുള്ള യോഗമൊക്കെ ഉണ്ട്. മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള വിഷമതകൾ അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി മാതാവിൻ്റെ ആരോഗ്യം വീണ്ടും കിട്ടുന്ന സമയം. മാതാവ് മാതൃസ്ഥാനത്തുള്ളവരിൽ നിന്ന് നല്ല ഗുണാനുഭവങ്ങൾ ഈ ഒരു കാലഘട്ടങ്ങളിൽ ലഭിക്കും. വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം പ്രധാനമായിട്ടും മീനം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമായതിനാൽ ആരൊക്കെയാണോ ജോലി സംബന്ധിച്ച് നിങ്ങൾ ചെയ്യുന്ന കർമ്മം എന്താണോ അത് സംബന്ധിച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, അതായത് ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെ മുതൽ പരിശ്രമിച്ചാൽ നിങ്ങളുടെ കഴിവിനും ആഗ്രഹങ്ങൾക്കും അനുസരിച്ചുള്ള നല്ല ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും. ജോലി മാറ്റത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുവേണ്ടി ശ്രമിക്കാം, അത് ലഭിക്കും. പുതിയൊരു ജോലിയോ അല്ലെങ്കിൽ പുതിയ ബിസിനസ്സോ തൊഴിൽ സംരംഭങ്ങളോ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് പാർട്ട്ണർഷിപ്പിലൊക്കെ ഒരു ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനും സമയം വളരെ അനുകൂലമാണ്. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിങ്ങളേറെക്കാലമായിട്ട് പ്രതീക്ഷിച്ചിരുന്ന ഒരു ഉയർച്ചയോ പലതരത്തിലുള്ള മാറ്റങ്ങളോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ലഭിക്കും. ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അതിലുണ്ടായിരുന്ന പരാജയങ്ങളോ കഷ്ടനഷ്ടങ്ങളോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ വിട്ടുമാറി അതിലൊക്കെ നല്ല രീതിയിൽ ഉയർന്ന് മുന്നോട്ട് പോകുവാനായിട്ടും സാധിക്കുന്ന ഒരു സമയമാണ്. മീനം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പലർക്കും ദാമ്പത്യ കുടുംബജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്. അതിനൊക്കെ ഒരു മാറ്റം വരും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും എല്ലാ മേഖലയിലും ഒരു ഈശ്വരാനുഗ്രഹം വന്നു ചേർന്ന് ആരോഗ്യമാണെങ്കിലും ജോലിയാണെങ്കിലും സാമ്പത്തികമാണെങ്കിലും ദാമ്പത്യ കുടുംബജീവിതമാണെങ്കിലും എല്ലാ കാര്യങ്ങളിലുമുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറി നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനായിട്ടുള്ള ഒരു ഈശ്വരാനുഗ്രഹം തീർച്ചയായിട്ടും വന്നു ചേരും. സമയം അത്രമേൽ അനുകൂലമാണ്. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയത്ത് വ്യാഴത്തിൻ്റെ ഈ ഒരു നേർരേഖ സഞ്ചാരം അത്രമേൽ വലിയൊരു ആശ്വാസം, ഒരു ഗുണമാണ് നിങ്ങൾ മീനം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും അനുഭവത്തിൽ വരുന്നത്. പ്രത്യേകിച്ച് ആരോഗ്യപരമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കൊക്കെ ഒരു മാറ്റം ലഭിക്കുന്ന സമയമാണ്. ഇതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക. നിങ്ങളെ സംബന്ധിച്ച് അവരവരുടെ വ്യക്തിപരമായ ജീവിതത്തെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ, മുന്നോട്ടുള്ള ജീവിതം, ഭാവിയെപ്പറ്റിയൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാം. അത് ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മീനം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഈശ്വരൻ മുന്നോട്ട് നൽകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി.